കൗതുകം പകർന്ന ഒരു പെരുമ്പാമ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കൊച്ചിയിലാണ് അല്ലേ, കൊച്ചി മെട്രോ നഗരമാണ്. പക്ഷേ ഇതാ ഒരു വമ്പൻ പെരുമ്പാമ്പാണ്. ആളുകളെ നടന്നു പോകുമ്പോൾ ആകാശത്തേക്ക് ഇതായിരിക്കണം മഹാരാജാസ് കോളേജിൻ്റെ ചേർന്നുള്ള പറമ്പിലെ വലിയൊരു മരത്തിൽ ഒരു കൂറ്റൻ പെരുമ്പാമ്പ്. ആൾ കുറേ മണിക്കൂർ അവിടെ കൂടി അവസാനം രാത്രിയാണ് പുള്ളി താഴേക്ക് ഇറങ്ങി അതിനെ പിടിച്ചുകൊണ്ടൊക്കെ പോയി. ഇതാണ് ദൃശ്യങ്ങൾ. വിഷ്ണുപ്രകാശ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, കൊച്ചി നഗരം അല്ലേ, മഹാരാജാസിൻ്റെ അടുത്ത് സാധാരണ ഇതിൽ പ്രതീക്ഷിക്കുന്നതല്ല, അതും വമ്പനൊരു പാമ്പും. എത്ര മണിക്കൂറാണ് കൊച്ചിക്കാർക്ക് ഇതൊരു കൗതുക കാഴ്ചയായത്? ദീക്ഷ, ഇന്ന് കൊച്ചിയുടെ പ്രധാന സംസാര വിഷയം ഈ ഒരു പെരുമ്പാമ്പായിരുന്നു. മഹാരാജാസ് കോളേജിന് സമീപത്തുള്ള സർക്കാർ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ പരിസരത്തെ ഒരു പടുകൂറ്റൻ മരത്തിലാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ ഒരു പെരുമ്പാമ്പിനെ കാണുന്നത്. ഒരു 4 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരത്തിലായിരുന്നു ഈ ഒരു പെരുമ്പാമ്പ് ഉണ്ടായിരുന്നത്. അവിടെ സമീപത്തുള്ള ആളുകളാണ് ആദ്യം ഈ പാമ്പ് കയറി പോകുന്നത് കാണുന്നത്. തുടർന്ന് മാധ്യമങ്ങളും അങ്ങനെ വലിയ ഒരു ജനക്കൂട്ടം തന്നെ ആ ഒരു പെരുമ്പാമ്പിനെ കാണാനായിട്ട് അവിടേക്ക് ഇരച്ചെത്തി. അതിൽ ചെറിയ കുട്ടികളുണ്ട്, വലിയ പ്രായമായവരുണ്ട്, സ്ത്രീ പുരുഷ ഭേദമന്യേ പല ആവശ്യങ്ങൾക്കായി പല ദിക്കിലോട്ട് പോകാൻ വന്നവർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ ഒരു പെരുമ്പാമ്പിന്റെ ആ ഒരു കൗതുകം കാണാനായി അവിടേക്ക് തടിച്ചുകൂടി എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമുക്കറിയാം, ഈ മറ്റു മലമ്പ്രദേശങ്ങളിലും മറ്റും ഇത്തരത്തിലുള്ള പെരുമ്പാമ്പൊക്കെ സർവ്വസാധാരണമാണെങ്കിലും ഈ ഒരു നഗര ഹൃദയത്തിൽ തന്നെ ഇത്തരം ഒരു പെരുമ്പാമ്പ് ഏവർക്കും ഒരു അത്ഭുതമായിരുന്നു. കാരണം അത്രയും വലിയ പടുകൂറ്റൻ ഒരു പെരുമ്പാമ്പ് എന്ന് തന്നെ പറയാം. നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു മുഴുപ്പും എല്ലാം മനസ്സിലാകും. അത്രയും വലിയ ഒരു പെരുമ്പാമ്പായിരുന്നു. ഇത് എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതിൽ ഒരു അത്ഭുതം പലരും പങ്കുവയ്ക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇപ്പോൾ നഗരങ്ങളിലടക്കം ഇത്തരത്തിലുള്ള പെരുമ്പാമ്പുകൾ സാധാരണ കാണുന്നതാണ്, ഒരു കോമൺ കാഴ്ചയാണ് എന്നുള്ളതാണ് ഈ വനംവകുപ്പ് അധികൃതരും അതുപോലെ ഈ പെരുമ്പാമ്പിനെയൊക്കെ പിടിക്കുന്ന സ്നേക്ക് റെസ്ക്യൂർ പോലുള്ള ഇതിന്റെ വിദഗ്ധരായിട്ടുള്ളവർ പറയുന്നത്. ഏതായാലും ഇന്ന് ഇവിടെ തടിച്ചുകൂടിയ എല്ലാവർക്കും ഒരു മൃഗശാലയിൽ പോയി നമ്മളൊരു മൃഗത്തെ കാണുന്നു, അല്ലെങ്കിൽ ഒരു പെരുമ്പാമ്പിനെ കാണുന്ന ആ ഒരു അനുഭവമായിരുന്നു. കൊച്ചുകുട്ടികൾ വന്ന് അവർ കൗതുകത്തോടെ ആ കാഴ്ച കാണുന്നതും അതിനെ നമുക്കറിയാം ഒരു വലിയ മരമാണ്. അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. പലരും നമ്മുടെ അടക്കമുള്ള ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലെല്ലാം വന്നിട്ടാണ് ഈ ഒരു പാമ്പിനെ സ്പോട്ട് ചെയ്യുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ വന്ന് കണ്ടവർ മറ്റുള്ളവരെ അത് കാട്ടിക്കൊടുക്കുന്നു. അതിൻ്റെ ഒരു അത്ഭുതം, ആ കുട്ടികളിൽ ഒരു അത്ഭുതം കാണുന്നത് വലിയ ഒരു സമൂഹത്തിന്റെ വലിയ ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും മുകളിലുള്ള ആളുകൾ തൊട്ട് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് വരെ ഒരേപോലെ കൗതുകമുള്ളതാണ്. അത്തരത്തിലൊരു പെരുമ്പാമ്പൊന്നും നമുക്ക് ഇതിനെ ദൃശ്യങ്ങളിൽ പെട്ടെന്ന് ഈ ഒരു നഗരത്തിലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് മറച്ചു വെക്കാനും അവർക്ക് സാധിക്കുന്ന തരത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ബസ്സിലെല്ലാം സർവീസ് ബസ്സുകൾ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ വരെ അവിടെ നിർത്തി ആ പാമ്പിനെയൊക്കെ കാണുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഒടുവിൽ പോലീസിന് അവിടെ വലിയ രീതിയിൽ ഗതാഗത നിയന്ത്രണത്തിൽ വലിയ തടസ്സം നേരിട്ടപ്പോൾ വലിയ ഒരു സംഘം പോലീസിനെ വരെ ഇറക്കി അത്തരത്തിലൊരു ഗതാഗതം നിയന്ത്രിക്കേണ്ട ആ ഒരു സാഹചര്യത്തിലോട്ട് ഈ കാര്യങ്ങൾ മാറി. ഈ ഒരു പെരുമ്പാമ്പ് കാരണം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ആ കൊച്ചിയുടെ മഹാരാജാസ് കോളേജിന്റെ ആ പരിസരത്തെ ട്രാഫിക് ഒരു കണക്കിൽ നിലച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. അത്രയും ആളുകൾ അവിടെ തടിച്ചുകൂടി. ആദ്യമൊന്നും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ആ ഒരു പരിസരത്തോട്ട് എത്തിയുള്ളൂ. പിന്നീട് മാധ്യമങ്ങളിൽ കൂടി അടക്കം നമ്മുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ കൂടി ഈ കാഴ്ച അറിഞ്ഞതുകൂടി ദൂരത്തു നിന്നുള്ള ആ പരിസരത്ത് വിവിധ ആവശ്യങ്ങൾ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 90 പേർക്കും പാമ്പിനെ കണ്ടാൽ പേടിയാണ്. പടം കാണുന്നവരെ പേടിയുള്ളവരുണ്ട്. ഇത് പിന്നെ അങ്ങ് ആകാശത്ത് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ള ധൈര്യമുള്ളതുകൊണ്ട് ആളുകളെല്ലാം വന്നു. എന്തായാലും രാത്രി കക്ഷി താഴേക്ക് ഇറങ്ങി വലയിലാക്കി അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. കോടനാട് കൊണ്ടുപോയി വിടും എന്നാണ് അറിഞ്ഞത്. ശരി.